അടുത്ത നമ്മൾ നോക്കുന്ന 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, ലെറ്റ് ആൽഫ ബീറ്റ ബി ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x square minus x plus 2 equal to 0 with the imaginary part of alpha greater than imaginary part of beta, then alpha raised to 6 plus alpha raised to 4 plus beta raised to 4 minus 5 alpha square is equal to എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ്, x square minus x plus 2 equal to 0 എന്നാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആൽഫയും ബീറ്റയും എന്താണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫയും ബീറ്റയും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് 2 ഈക്വൽ ടു 0 എന്നാണ്. ദെൻ ആൽഫ സ്ക്വയർ ഈക്വൽ ടു ആൽഫ മൈനസ് 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ മൈനസ് 2 എന്ന് എഴുതാമല്ലോ നമുക്ക്. ദെൻ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു സംഭവത്തിന് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ മക്കളെ ഇത് നമുക്കറിയാമല്ലോ, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സും സം ഓഫ് ദി റൂട്ട്സും നമുക്കറിയാം അല്ലേ. ആൽഫ ഇൻറ്റു ബീറ്റയും ആൽഫ പ്ലസ് ബീറ്റയും അറിയാം, അതവിടെ നിന്നോട്ട് നമുക്ക് അതൊക്കെ ആവശ്യം വരും. ഓക്കെ, ദെൻ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അതാണ്ട് ഈ ഒരു സംഭവത്തിന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ പോവാണ്. ആൽഫ റൈസ് ടു 6 പ്ലസ് ആൽഫ റൈസ് ടു 4 മൈനസ് 5 ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ റൈസ് ടു 4. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാനൊരു ആൽഫ റൈസ് ടു 4 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ അകത്ത് എന്ത് വരും, ആൽഫ സ്ക്വയർ പ്ലസ് 1 മൈനസ് 5 ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ റൈസ് ടു 4 ഞാൻ ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എടുക്കുന്നു. ഓക്കെ, ദെൻ ഇനി നോക്കിയേ, ആൽഫ റൈസ് ടു 4 ദെൻ ആൽഫ സ്ക്വയറിന് ഞാൻ എന്ത് കൊടുക്കുന്നു, ആൽഫ മൈനസ് 2 എന്ന് കൊടുക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ആ സിംപ്ലിഫിക്കേഷൻ കൊടുക്കുന്നു. അപ്പം നോക്കിയേ, ഇവിടെ ആൽഫ മൈനസ് 2 പ്ലസ് 1 എന്നാണ്. അപ്പോൾ അതെന്തായി മാറും, ആൽഫ മൈനസ് 1 എന്നാകും അല്ലേ. ആൽഫ മൈനസ് 1 ദെൻ മൈനസ് 5 ഇൻറ്റു ആൽഫ സ്ക്വയറിന് എന്ത് കൊടുക്കും, ആൽഫ മൈനസ് 2 എന്ന് കൊടുക്കും അല്ലേ. ആൽഫ മൈനസ് 2 ദെൻ ബീറ്റ സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബീറ്റ മൈനസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇപ്പോൾ ബീറ്റ മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇത്ര എഴുതുന്നത് മനസ്സിലായോ? ഒന്നുമില്ല, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതാണ്ട് ആൽഫ റൈസ് ടു 4 ഞാൻ എന്ത് എഴുതുന്നു, ആൽഫ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ എന്താണ്, ആൽഫ മൈനസ് 2 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, ആൽഫ മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു ആൽഫ മൈനസ് 1 മൈനസ് 5 ആൽഫ മൈനസ് 2 പ്ലസ് എന്ത് വരും, നമുക്ക് ഇതാണ്ട് ഓക്കെ ഇവനെ നമുക്കൊന്ന് നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ബീറ്റ സ്ക്വയർ മൈനസ് 4 ബീറ്റ പ്ലസ് 4 എന്ന് വരും അല്ലേ. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെയും എന്ത് ചെയ്യുന്നുണ്ട്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ സ്ക്വയർ മൈനസ് 4 ആൽഫ പ്ലസ് 4 ദെൻ ആൽഫ മൈനസ് 1 ദെൻ 5 ആൽഫ മൈനസ് 2. ഇത് കുറച്ച് എന്താണ്, കുറച്ച് സ്റ്റെപ്സ് എഴുതിക്കൊണ്ടിരിക്കണം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും എഴുതുമ്പോൾ, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയടിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നും, പക്ഷേ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇത്തിരി ഒരു ചടങ്ങായിട്ട് നമുക്ക് ഇതിനകത്തുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് വരും, 5 ആൽഫ ദെൻ ഇത് നോക്കിക്കാൻ മക്കളെ, ബീറ്റ സ്ക്വയർ. ഈ ബീറ്റ സ്ക്വയറിന് എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ മൈനസ് 2 എന്ന് കൊടുക്കുന്നു. ആ വാല്യൂസ് എടുത്ത് കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പ്ലസ് 4 ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ എഗെയിൻ നമുക്ക് ഇവിടെ ആൽഫ സ്ക്വയർ വരുന്നിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൽഫ മൈനസ് 2 എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കടാ, ആൽഫ മൈനസ് 2 മൈനസ് 4 ആൽഫ പ്ലസ് 4 ദെൻ ആൽഫ മൈനസ് 1 ഇത് വേണം അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 ആൽഫ പ്ലസ് 10 ആകും. ദെൻ ഇത് അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എന്താ വരുന്നത് നോക്കിക്കേ, ബീറ്റ മൈനസ് 4 ബീറ്റ. അപ്പോൾ നമുക്ക് മൈനസ് 3 ബീറ്റ എന്ന് എഴുതാം അല്ലേ, മൈനസ് 3 ബീറ്റ എന്ന് എഴുതാം. ദെൻ അതുപോലെ തന്നെ മൈനസ് 2 പ്ലസ് 4. അപ്പോൾ 2 മൈനസ് 3 ബീറ്റ എന്ന് ഇവിടെ എഴുതാം, 2 മൈനസ് 3 ബീറ്റ എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നമുക്ക് എഴുതാമല്ലോ, 2 മൈനസ് 3 ആൽഫ എന്ന് എഴുതാം അല്ലേ. 2 മൈനസ് 3 ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 മൈനസ് 5 ആൽഫ പ്ലസ് 10 പ്ലസ് 2 മൈനസ് 3 ബീറ്റ. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇത്തിരി നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി സ്റ്റെപ്സ് ഒക്കെ എളുപ്പമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ എന്ത് വരും മക്കളെ നോക്കിക്കേ, സിംപ്ലിഫൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ആൽഫ മൈനസ് 2 മൈനസ് 3 ആൽഫ സ്ക്വയർ പ്ലസ് 3 ആൽഫ മൈനസ് 5 ആൽഫ പ്ലസ് 10
പ്ലസ് 2 മൈനസ് 3 ബീറ്റ. ഇനി ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. അതായത് നോക്കിക്കേ, ഇവിടെ ഒരു 2 ആൽഫ ഉണ്ട്, ഇവിടെ ഒരു 3 ആൽഫ ഉണ്ട്. അപ്പോൾ അതെന്താണ് 5 ആൽഫയാണ്. ആ 5 ആൽഫയും ഈ 5 ആൽഫയും കൂടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ അതേപോലെ എഴുതി സിംപ്ലിഫൈ ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരടാ, -3 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 16 നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടും, ഈ ഒരു ഫോമിലേക്ക് കിട്ടും. -3 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 16 കിട്ടും. ദെൻ ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദി റൂട്ട്സ് ആണ് അല്ലേ. സം ഓഫ് ദി റൂട്ട്സ് ഇവിടെ എത്രയാണ് നമുക്ക് വരുന്നത്, 1 ആണ് വരുന്നത് അല്ലേ. സം ഓഫ് ദി റൂട്ട്സ് 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി റൂട്ട്സ് ആണ്, അത് നമുക്ക് 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, -3 × 1 പ്ലസ് 16 എത്ര വരും, നമ്മുടെ ആൻസർ 13 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ആൻസർ, 13 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ.